സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രായത്തട്ടിപ്പെന്ന് പരാതി. അണ്ടർ 19 വിഭാഗത്തിൽ വ്യാജരേഖ ചമച്ച് 21 വയസ്സുകാരിയെ മത്സരിപ്പിച്ചു എന്നാണ് പരാതി. ഉത്തർപ്രദേശുകാരിയായ കോഴിക്കോട് പുല്ലൂരാംപാറ സ്കൂളിലെ വിദ്യാർത്ഥിക്കെതിരെ RMHSS ആളൂർ സ്കൂളാണ് പരാതി നൽകിയത്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ താരത്തിന് 21 വയസ്സാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രായത്തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന താരം 100, 200 മീറ്ററിൽ വെള്ളി നേടുകയും ചെയ്തിരുന്നു. പരാതിയിൽ അന്വേഷണം നടക്കുന്നുവെന്നും നടപടിയുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 200 മീറ്ററിൽ രണ്ടാം സ്ഥാനം കിട്ടിയ കുട്ടിയാണ് പരാതി ലഭിച്ചിട്ടുണ്ട്, പരിശോധിച്ച് വരികയാണ്. ആവശ്യമായ നടപടി സ്വീകരിക്കുക. തീർച്ചയായിട്ടും നടപടി വേണമല്ലോ. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, എങ്ങനെയാണ് ഈ പ്രായത്തട്ടിപ്പ് നടത്തിയെന്ന വിവരം പുറത്തു വരുന്നത്? ദിവ്യ, 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ശോഭ കെടുത്തുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു സ്കൂളിനെതിരെ വലിയ ഗുരുതരമായ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ സ്കൂൾ കായികമേളകളിലായി ഇത്തരത്തിൽ പ്രായത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും തന്നെ ഉയർന്നു വന്നിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ 200 മീറ്ററിലും 100 മീറ്ററിലും സീനിയർ പെൺകുട്ടികളിൽ വെള്ളി മെഡൽ നേടിയ പെൺകുട്ടിക്കെതിരെയാണ്, കായിക താരത്തിനെതിരെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. കോഴിക്കോട് പുല്ലൂരാംപാറ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ വനിതാ അത്ലറ്റിനെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. ഈ 200 മീറ്ററിൽ 3ാം സ്ഥാനത്തെത്തിയ കുട്ടിയുടെ സ്കൂള് ആ സ്കൂളാണ് ഇപ്പോൾ RMHSS ആളൂർ സ്കൂളാണ് തുടക്കത്തിൽ ഈ വിദ്യാർത്ഥിക്കെതിരെ പരാതി നൽകിയത്. പിന്നാലെ 100 മീറ്ററിലും 200 മീറ്ററിലും 4ാം സ്ഥാനത്തെത്തിയ സ്കൂളിലെ അല്ലെങ്കിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ട അധികൃതരും 4ാം സ്ഥാനത്തെത്തിയ കുട്ടിയുടെ സ്കൂളുമായി ബന്ധപ്പെട്ട അധികൃതരും ഇപ്പോൾ കായികമേള സംഘാടകർക്ക് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഈ കുട്ടിയുടെ പ്രായം കാണിച്ചിരിക്കുന്നത് 21 വയസ്സ് 5 മാസം 22 ദിവസം എന്നാണ്. അതായത് അണ്ടർ 19 കാറ്റഗറിയിലാണ് സീനിയർ പെൺകുട്ടികൾ മത്സരിക്കുന്നത്. മുൻപ് ഇത്തരത്തിൽ വ്യാപക തോതിൽ പ്രായത്തട്ടിപ്പുകൾ അല്ലെങ്കിൽ പ്രായം കൂടിയ താരങ്ങളെ വീണ്ടും മത്സരത്തിനിറക്കുന്നുവെന്ന പരാതി വന്നതിനെ തുടർന്നാണ് ഈ പ്രായഘടനയിലേക്ക് മത്സരങ്ങൾ മാറ്റപ്പെട്ടത്. സീനിയർ മത്സരങ്ങൾ അണ്ടർ 19 എന്ന രീതിയിലേക്ക് അണ്ടർ 19, അണ്ടർ 17, അണ്ടർ 15 എന്ന നിലയിലേക്ക് മത്സരങ്ങൾ മാറ്റിയിരുന്നത്. പക്ഷേ അപ്പോഴും അത്തരത്തിൽ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുകയാണ്. അണ്ടർ 19 വിഭാഗത്തിൽ മത്സരിച്ച സീനിയർ പെൺകുട്ടികളിൽ മത്സരിച്ച വനിതാ അത്ലറ്റിനെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. പരാതിയിൽ അന്വേഷണം അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. ഈ പരാതി ആരോപണം പുല്ലൂരാംപാറ സ്കൂൾ പൂർണ്ണമായി നിഷേധിക്കുകയാണോ? തീർച്ചയായും നമ്മൾ പുല്ലൂരാംപാറ സ്കൂൾ അധികൃതരുമായി അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. പൂർണ്ണമായും അവർ ഈ പരാതിയെ അവർ നിഷേധിക്കുകയാണ്. അതായത് ഈ കുട്ടിക്ക് അണ്ടർ 19 കാറ്റഗറിയിൽ മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് പുല്ലൂരാംപാറ സ്കൂൾ അവകാശപ്പെടുന്നത്. കുട്ടി ഉത്തർപ്രദേശിൽ നിന്നും കൂടുതൽ മികച്ച സൗകര്യങ്ങൾ, മികച്ച കായിക ഭാവിക്ക് വേണ്ടിയാണ് തങ്ങളുടെ സ്കൂളിലേക്ക് എത്തിയത്. കുട്ടിയുടെ പ്രായമടക്കം പരിശോധിച്ച ശേഷമാണ് കുട്ടിയെ ഇത്തരത്തിൽ മത്സരത്തിനായി കൊണ്ടുവന്നതാണ് പുല്ലൂരാംപാറ സ്കൂൾ പറയുന്നത്. പക്ഷേ എപ്പോഴും ഈ വെബ്സൈറ്റിൽ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കുട്ടിയുടെ പ്രായം കാണിക്കുന്നത് 21 വയസ്സും 5 മാസവും എന്നാണ്. അത് അത്തരത്തിലൊരു രേഖകൾ പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി 2 സ്കൂളുകാർ നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടി 100 മീറ്ററിലും 200 മീറ്ററിലും സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്ററിലും 200 മീറ്ററിലും വെള്ളി നേടിയിരുന്നു. വെള്ളി നേടിയ കുട്ടിക്കെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. പരാതി തെളിയിക്കപ്പെടുകയാണെങ്കിൽ പുല്ലൂരാംപാറ സ്കൂളിനെതിരെ, പ്രത്യേകിച്ച് കായിക രംഗത്ത് വലിയ പാരമ്പര്യമുള്ള കഴിഞ്ഞ കുറേ കായികമേളകൾ അല്ലെങ്കിൽ കേരളത്തിൽ നിരവധി കായിക താരങ്ങളെ സംഭാവന ചെയ്ത വലിയ പേരുകേട്ട വലിയ പാരമ്പര്യമുള്ള കായിക രംഗത്ത് വലിയ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് സെന്റ് ജോസഫ് പുല്ലൂരാംപാറ. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ഈ പുല്ലൂരാംപാറ സ്കൂളിലെ നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്, നിലവിലെ ചാമ്പ്യന്മാരെ ഐഡിയൽ കടകശ്ശേരിക്ക് തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്ത് നിലവിൽ പോയിന്റ് പട്ടികയിലുള്ള സ്കൂളാണ്. അങ്ങനെ പ്രായത്തട്ടിപ്പ് തെളിയുകയാണെങ്കിൽ സ്കൂളിനെതിരെ വലിയ തോതിലുള്ള നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അന്വേഷണത്തിൽ ഈ പ്രായത്തട്ടിപ്പ് തെളിയുകയാണെങ്കിൽ സ്കൂളിനെതിരെ വിലക്കടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ തീരുമാനം.